ഒരു കപ്പ് റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മിക്സിയിലെല്ലാം കൂടെ ഒന്ന് കറക്കിയെടുത്ത് ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു തൈരിന് പകരം നിങ്ങൾക്ക് 1 ടീസ്പൂൺ വിനാഗിരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ അര കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്നും കൂടെ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വറുത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അര കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പം കൂട്ടിയിരിക്കുന്നത്. റവ ആയതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ ഒരു സമയമാകുമ്പോഴേക്കും റവ ഒന്ന് കുതിർന്ന് ഇതൊന്നും കൂടെ കട്ടിയായിട്ട് വരും. അതിനുശേഷം നമുക്ക് ബാറ്റർ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. ഇതുപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് മൈദയാണ്. ഈ ഒരു മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരു നല്ല ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്. ഇതൊരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് 3/4 കപ്പ് പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമും മുഴുവനായിട്ട് അരഞ്ഞു വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിടക്ക് കടിക്കാൻ കിട്ടുമ്പോഴും രുചിയാണ്. ഈ ഒരു രീതിക്കാണ് കൂട്ട് വേണ്ടത്. അതിനുശേഷം ഏത് പാത്രത്തിലാണോ ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ല പോലെ തന്നെ ഒന്ന് എണ്ണ തടവി എടുക്കുക. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കേക്ക് ടിൻ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഏത് ടൈപ്പ് സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിപ്പോൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്. ഞാനൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ്. ഇനി ഇത് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ നേരത്തെ തന്നെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി ഇതുപോലെ നല്ലപോലെ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് കൊടുക്കാം. മൂടി ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു തുണിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈർപ്പം ഉറ്റുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കും. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒരു 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം 35 മിനിറ്റ് നേരമായിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് അടർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള ആവിയിൽ വേവിച്ച കേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എഗ്ലെസ് ആയിട്ടാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഒരു മീഡിയം മധുരം മാത്രമേ ഈ ഒരു കേക്കിന് ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് തന്നെ ചായയുടെ കൂടെ കഴിക്കാനായാലും പെർഫെക്റ്റ് ആണ്. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.